Hi friends, welcome to KpeesTech. ഇന്ന് നമ്മളൊരു ഡാറ്റ എൻട്രി ഫോമാണ് ടെസ്റ്റ് ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു ഡാറ്റ എൻട്രി ഫോം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം, ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു എക്സൽ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഇതൊരു പ്രോഡക്റ്റിന്റെ സെയിൽസ് ഡീറ്റെയിൽസ് ആണ്. ഡേറ്റ് ഉണ്ട്, പ്രോഡക്റ്റ് ഐ ഡി, സെയിൽസ് റെപ്രസെന്റേറ്റീവ് നെയിം, ക്വാണ്ടിറ്റി, പ്രൈസ്, കമ്മീഷൻ. ഇതുപോലെ നിങ്ങളുടെ ഡാറ്റ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ സ്കൂളൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ പേര്, അവരുടെ മാർക്ക്, ഇതെല്ലാം നമുക്ക് ഡാറ്റ എൻട്രി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഡാറ്റ എൻട്രി ഫോം എക്സലിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അതിനായിട്ട് ഇവിടെ നമുക്കൊരു ഫോം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട്. ഫോം ബട്ടൺ, ഡിഫോൾട്ട് ആയിട്ട് ബട്ടൺ നിങ്ങളുടെ എക്സൽ ഫയലിൽ ഉണ്ടായിരിക്കില്ല, അത് നമുക്ക് കൊണ്ടുവരണം. അതിനായിട്ട് ഫയലിൽ പോയി ഇവിടെ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്ന് കാണാം. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ഓട്ടോ സേവ് ആൻഡ് ഡു എന്നെല്ലാം കാണാം. ഇവിടെ ചൂസ് കമാൻഡ്സ് ഫ്രം എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇവിടെ ഓൾ കമാൻഡ്സ് എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമുക്ക് ഫോംസ് ആണ് കിട്ടേണ്ടത്, അതുകൊണ്ട് എഫിൽ വരണം. ABCDEF. ഈ ഫോം ആണ് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഫോമിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ആഡ് ഉണ്ട്, ആഡിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫോം വന്നു. നമ്മൾ ഓക്കെ കൊടുക്കുമ്പോൾ ഇവിടെ ഫോം ബട്ടൺ വന്നു. ഇവിടെ ഫോം എന്ന് കാണിക്കുന്നു. ഈ ഫോം ബട്ടണാണ് നമുക്ക് ഡാറ്റ എൻട്രി ഫോമിന് ആവശ്യമായിട്ട്. നമ്മളുടെ ഡാറ്റയാണിത്. ഈ ഡാറ്റ നമുക്കൊരു ടേബിൾ ആക്കി മാറ്റണം. അതിനായിട്ട് ഈ ഡാറ്റയ്ക്കുള്ളിൽ നിന്നും Ctrl T പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏരിയ ഫുൾ സെലക്ട് ആവും. ഓക്കെ പ്രസ് ചെയ്യാം. അപ്പോൾ ഇതൊരു ടേബിൾ ഫോം ആക്കി മാറ്റിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോം ലോഡായി. ഈ ഡേറ്റ്, പ്രോഡക്റ്റ് ഐ ഡി, ഇതെല്ലാം നമുക്ക് ഇത് ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഇത് വെർട്ടിക്കൽ രൂപത്തിൽ നമുക്ക് ഇവിടെ കിട്ടുന്നു. ഇവിടെ 1 of 11 റെക്കോർഡുകളാണ് ഇതിലുള്ളത്. ആ 11 റെക്കോർഡുകൾ നമുക്ക് ഇത് 1 by 1 ആയിട്ട് ഇങ്ങനെ താഴേക്ക് കാണാൻ കഴിയും, വെർട്ടിക്കൽ ആയിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് ന്യൂ റെക്കോർഡ് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ന്യൂ എടുത്തു, ഇതിന് താഴെ നമുക്ക് ടൈപ്പ് ചെയ്യാണ്. സാധാരണ നമ്മൾ ഇവിടെ വെച്ചിട്ട് അത് ടൈപ്പ് ചെയ്യാണ് ചെയ്യുക. അതിന് പകരമായിട്ട് നമ്മൾ ഡേറ്റ് 1 January 2020 എന്ന് കൊടുത്തു. ഇനി ഈ പ്രോഡക്റ്റിലേക്ക് വരണമെങ്കിൽ നമ്മൾ ടാബ് പ്രസ് ചെയ്യാം. പ്രിന്റർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. പ്രോഡക്റ്റ് ഐ ഡി KL001, സെയിൽസ് റെപ്പ് സുഭാഷ് എന്ന് കൊടുത്തു. ക്വാണ്ടിറ്റി 10, പ്രൈസ് 11, കമ്മീഷൻ 6. ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി പ്രസ് എൻ്റർ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റെക്കോർഡ് ഇവിടെ നെക്സ്റ്റ് റെക്കോർഡായിട്ട് ആഡ് ആവും. ഞാൻ എൻ്റർ പ്രസ് ചെയ്തു. ഇവിടെ സുഭാഷ് എന്ന് പറയുന്ന ഒരു പുതിയ റെക്കോർഡ് ഇവിടെ ആഡ് ചെയ്തു. ഇത് നമുക്ക് ഇതിൽ കുറെ ബട്ടണുകൾ കാണാം. ഫൈൻഡ് പ്രീവിയസ് എന്ന് പറയുമ്പോൾ തൊട്ടുമുകളിലുള്ള റെക്കോർഡ് നമുക്ക് കാണാൻ കഴിയും. സുഭാഷ്. തൊട്ടുമുകളിലുള്ളത് ലോറ സ്മിത്ത് ആണ്. ഫൈൻഡ് പ്രീവിയസ് ലോറ സ്മിത്ത്. ഈ റെക്കോർഡുകൾ നമുക്കിങ്ങനെ ഫൈൻഡ് നെക്സ്റ്റ്, ഫൈൻഡ് പ്രീവിയസ് എന്നൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊട്ടുമുകളിലേക്കോ താഴേക്കോ എല്ലാം ഉള്ള റെക്കോർഡുകളിലേക്ക് പോകും. ഇത് സാധാരണ ഈ കുറച്ച് ഡാറ്റകളൊന്നുമല്ല, ഇപ്പോൾ കുറേ കോളംസ് ഉണ്ട് ഇങ്ങനെ റൈറ്റിലേക്ക്. അപ്പം നമുക്ക് ടാബ് അടിച്ചടിച്ച് നമുക്കിത് കാണാൻ കഴിയില്ല. ഇതാവുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ രൂപത്തിൽ ഇത് താഴേക്ക് ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇത് താഴെ വരെ കുറേ കോളംസ് നമുക്ക് വെർട്ടിക്കൽ രൂപത്തിൽ നമുക്കിത് കാണാൻ കഴിയും ഡാറ്റ എൻട്രി ഫോം ആയിട്ട്. ഇത് ഒരു റെക്കോർഡ് കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ പ്രസ് ചെയ്താലാണ് നെക്സ്റ്റ് റെക്കോർഡ് വരുന്നത്. ന്യൂ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ന്യൂ റെക്കോർഡ് ടൈപ്പ് ചെയ്ത് തുടങ്ങാം. ഇവിടെ ക്രൈറ്റീരിയ എന്നൊരു ബട്ടൺ ഉണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് അതിലൂടെ സെർച്ച് ചെയ്യാം. കണ്ടീഷണൽ സെർച്ച് നമുക്ക് സാധ്യമാവുന്നു. ഈ ഏത് ഫീൽഡിലും നമുക്ക് കണ്ടീഷണൽ സെർച്ച് ചെയ്യാം. നമുക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 10 ആയിട്ടുള്ള ഐറ്റം മാത്രം കിട്ടും. ഗ്രേറ്റർ ദാൻ 10 എന്ന് കൊടുത്തു, എന്നിട്ട് ഫൈൻഡ് നെക്സ്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 10 ആയിട്ടുള്ള ഐറ്റം മാത്രം നമുക്ക് കാണാൻ കഴിയും. ക്വാണ്ടിറ്റി ഇവിടെ 18 ആണ്. ഫൈൻഡ് നെക്സ്റ്റ് ഇതെല്ലാം 15 ഉള്ളത് വന്നു. 22. ഇപ്പം ഇതിൽ നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി വരുന്നത് 22 ആവും. ഗ്രേറ്റർ ദാൻ 20 നമുക്കൊന്ന് കൊടുത്ത് നോക്കാം. ഗ്രേറ്റർ ദാൻ 20.
20 വരുന്നത് ഈ 22 ബോബ് മാർട്ടിൻ ആണ് വരേണ്ടത്. ഫൈൻഡ് നെക്സ്റ്റ് സി ബോബ് മാർട്ടിൻ എന്ന് വന്നു. ഫൈൻഡ് നെക്സ്റ്റ് അത് മാത്രമേ ഉള്ളൂ, വേറൊരു റെക്കോർഡ് മാത്രം കാണിക്കുന്നു. ഇങ്ങനെ നമുക്ക് കണ്ടീഷണൽ സെർച്ച് ഇതിൽ സാധ്യമാകുന്ന ബട്ടണാണ് ഈ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നമ്മളൊരു ഡാറ്റ ടൈപ്പ് ചെയ്ത് ഇവിടെ എല്ലാം ടൈപ്പ് ചെയ്തു, എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് വന്നു. ലാസ്റ്റ് എത്തിയപ്പോഴാണ് നമ്മൾ എൻ്റർ ചെയ്താലാണ് ഇതിലേക്ക് ആഡ് ആവുന്നത്. പെട്ടെന്ന് നമുക്ക് തോന്നുകയാണ് ഇതെല്ലാം അടിച്ചത് തെറ്റാണെന്ന്. അപ്പോൾ നമ്മൾ ഈ റീസ്റ്റോർ എന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസ്റ്റോർ ടു പ്രീവിയസ് സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ ഇവിടെ എല്ലാം ഈ ഞാൻ പിന്നീട് അടിച്ചതെല്ലാം പോകും. റീസ്റ്റോർ എന്ന് പ്രസ് ചെയ്തപ്പോൾ അതെല്ലാം പഴയ സ്റ്റേജിലേക്ക് മാറി. ഇതാണ് റീസ്റ്റോർ ബട്ടൺ. നമുക്കിത് ഒരു മൂവ് ചെയ്യുന്ന താഴേക്ക് 11 of 12 ടോട്ടൽ 12 റെക്കോർഡ് ഉണ്ട്. അതിൽ 11 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യണം. ഈ സുഭാഷ് എന്ന് ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്താൽ ആ റെക്കോർഡ് ഇവിടുന്ന് ഡിലീറ്റ് ആയിരിക്കുന്നു. ഈ ഫോം ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്രസ് ചെയ്ത് ക്ലോസ് ചെയ്യാം. ഈ ടേബിളിന് ഔട്ട് സൈഡിൽ മൗസ് പ്രസ് ചെയ്തിട്ടാണ് ഈ ഫോം ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ എറർ മെസ്സേജ് ആയിരിക്കും വരിക. നമ്മൾ ഇതിനുള്ളിൽ മൗസ് പ്രസ് ചെയ്തിട്ട് വേണം ഫോം ലോഡ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഫോമിൽ കണ്ടീഷണൽ ഫോർമാറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഈ ഡേറ്റ് ടൈപ്പ് ചെയ്യുന്നതെല്ലാം എനിക്ക് ഇവിടെ ഡാറ്റയിൽ ഡാറ്റ വാലിഡേഷൻ എന്ന് പറയുന്നൊരു ബട്ടണുണ്ട്. നമ്മൾ ഈ വാലിഡേഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഡാറ്റ വാലിഡേഷൻ എന്താണ് വാലിഡേഷൻ കൊടുക്കേണ്ടതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അവിടെ ഡേറ്റ് ഫോർമാറ്റ് ആണ്, ഡേറ്റ് ആണ്, ബിറ്റ്വീൻ അല്ല. ഞാൻ ഗ്രേറ്റർ ദാൻ കൊടുത്തു. ഡേറ്റ് ഗ്രേറ്റർ ദാൻ 1/1/20. 1st January 20 ഗ്രേറ്റർ ദാൻ ആയിരിക്കണം ഡേറ്റുകളെല്ലാം. അതിന് താഴെയുള്ള ഡേറ്റുകളൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. 2019, 2018 ഈ ഡേറ്റുകളൊന്നും കൊടുത്താൽ ആക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. 1st January 20 മുകളിലുള്ള ഡേറ്റ് മാത്രമേ ഈ കോളത്തിൽ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ ഒരു കണ്ടീഷൻ കൊടുത്തു. അങ്ങനെ വാലിഡേഷൻ കൊടുത്തു. ഇനി ഞാൻ ഫോം ലോഡ് ചെയ്തു, ടൈപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിപ്പോൾ ഈ ഫോം ഇല്ലെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യണമെങ്കിലും ആ കണ്ടീഷൻ അവിടെ അപ്ലിക്കബിൾ ആണ്. ഒരു ന്യൂ ഫോം എടുത്തു. ഞാൻ 1st January 2019 കൊടുത്തു. ഇവിടെ എറർ വന്നു. ദിസ് വാല്യൂ ഡസൻറ്റ് മാച്ച് ദ ഡാറ്റ വാലിഡേഷൻ റെസ്ട്രിക്ഷൻസ് ഡിഫൈൻ ഫോർ ദിസ് സെൽ. നമ്മളത് ക്യാൻസൽ ചെയ്തു. ഡേറ്റ് മാറ്റാണ്. 1st January 20 കൊടുത്തു. നമ്മൾ ഗ്രേറ്റർ ദാൻ 20 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോഴും എറർ മെസ്സേജ് ആണ് വരുന്നത്. കാരണം ഗ്രേറ്റർ ദാൻ 1st January ആയിരിക്കണം. നമ്മൾ റീട്രൈ ചെയ്യാൻ പോവാണ്. 2nd January കൊടുത്തു. 2nd January 20. ഇവിടെ ഡേറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ നമുക്ക് മറ്റുള്ള കോളങ്ങൾക്കും വാലിഡേഷൻ കൊടുക്കാം. ഇതുപോലെ ഈ കോളത്തിൽ പ്രോഡക്റ്റ് ഐ ഡി ആണ് ഈ കോളം. ഈ കോളത്തിൽ വാലിഡേഷൻ കൊടുക്കാൻ പോവാണ്. നമുക്ക് ഇതിൽ താഴേക്ക് കൊടുക്കാം. ഡാറ്റ വാലിഡേഷൻ. നമുക്കൊരു ലിസ്റ്റ് കൊടുക്കാം. ഏത് ലിസ്റ്റാണ് എന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഈ ലിസ്റ്റിലുള്ള ഐറ്റംസ് ആയിരിക്കണം. നമ്മളിത് ഔട്ട്സൈഡ് ഏതെങ്കിലും റേഞ്ച് നമുക്ക് സെലക്ട് ചെയ്യാം. ആ റേഞ്ചിലുള്ള ഐറ്റം മാത്രമേ നമുക്കിവിടെ ഇൻപുട്ട് അലൗ ചെയ്യുകയുള്ളൂ. ഓക്കെ. ഇനി നമ്മൾ ഇവിടെ KL008 എന്നെല്ലാം കൊടുത്താൽ എറർ മെസ്സേജ് വരും. കാരണം ഇതിൽ അപ് ടു 4, 5 വരെ ഉള്ളൂ. ആ 5-നുള്ളിലുള്ള ഡാറ്റ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. KL005 ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. ഇതുപോലെ നമുക്ക് ഡാറ്റ വാലിഡേഷൻ ഈ ഫോമിൽ കൊടുക്കാം. ഈ ഫോമിൽ ക്ലിക്ക് ചെയ്താലും ഈ സെയിം എഫക്റ്റ് ആയിരിക്കും വരുന്നത്. ന്യൂ ഫോം പ്രോഡക്റ്റ് ID KL009 നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എറർ വരും. ഈ എറർ മെസ്സേജ് കാണിക്കുന്നത് നമുക്ക് കസ്റ്റം മെസ്സേജ് ആയിട്ട് കൊടുക്കാം. അതിനായിട്ട് ഈ വാലിഡേഷൻ മെസ്സേജിൽ ഡാറ്റ വാലിഡേഷൻ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇവിടെ എറർ അലേർട്ട് എന്നുണ്ട്. ഇവിടെ എറർ മെസ്സേജ് എന്താണ് വരേണ്ടത്? നമുക്ക് ഇൻഫർമേഷൻ ആണോ, വാർണിംഗ് ആണോ, ഏത് രൂപത്തിലാണോ? ഇൻഫർമേഷൻ ആണ് നമുക്ക് വേണ്ടത്. അവിടെ പ്രോഡക്റ്റ് ID ഡസ് നോട്ട് മാച്ച് എന്ന് നമുക്ക് കൊടുക്കാം. ഇനി നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള മെസ്സേജ് ആയിരിക്കും പിന്നീട് വരുന്നത്. പ്രോഡക്റ്റ് ID ഡസ് നോട്ട് മാച്ച്. ഇങ്ങനെയാണ് ഡാറ്റ എൻട്രി ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ഡാറ്റ എൻട്രി ഫോം നമുക്ക് വളരെയധികം ഡാറ്റ ഇൻപുട്ട് ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിലെല്ലാം ഉപയോഗിക്കാം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.